ഒരു നിമിഷം യൂറോപ്പിൻ്റെ ഭൂപടം മനസ്സിൽ വരച്ചു നോക്കുക. സ്പെയിൻ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാനായിട്ട് സാധിക്കും. എന്നാൽ സ്പെയിനിൻ്റെ ഒരു നഗരം യൂറോപ്പിലല്ല, മറിച്ച് അത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പക്ഷേ ഒരു അത്ഭുതമായി തോന്നിയേക്കാം. ഒരു വശത്ത് മെഡിറ്ററേനിയൻ കടൽ, മറുവശത്ത് മൊറോക്കോ. വെറും 18 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ആ ചെറിയ നഗരത്തിൻ്റെ പേരാണ് സ്യൂട്ട. ഇതൊരു അതിർത്തി നഗരം മാത്രമല്ല, കാരണം യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ ഭൂഖണ്ഡവും കരമാർഗം നേരിട്ട് സ്പർശിക്കുന്ന അപൂർവം സ്ഥലങ്ങളിലൊന്നാണ്. മൊറോക്കൻ അതിർത്തിയിലുള്ള മറ്റൊരു സ്പാനിഷ് നഗരമായ മെലില്ലയ്ക്കൊപ്പം സ്യൂട്ടയും ചേർന്നാണ് യൂറോപ്പിലെ പ്രധാന ആഫ്രിക്കൻ കവാടമായി മാറുന്നത്. യൂറോപ്പിലേക്ക് ജോലി തേടി സുരക്ഷിതമായ ജീവിതം തേടിയും എത്തുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് സ്യൂട്ട ഒരു സ്വപ്നഭൂമിയാണ്. എന്നാൽ ആഫ്രിക്കൻ മണ്ണിൽ കിടക്കുന്ന ഈ യൂറോപ്യൻ നഗരത്തിൻ്റെ സുരക്ഷ എപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് തന്നെ സ്യൂട്ടയിലെ അതിർത്തി തകരുമ്പോൾ അത് സ്പെയിൻ എന്ന രാജ്യത്തിൻ്റെ മാത്രം പ്രശ്നമാകുന്നില്ല. പകരം അത് മുഴുവൻ യൂറോപ്യൻ യൂണിയൻ്റെ സുരക്ഷയും കുടിയേറ്റ നയത്തെയും ഒരേ സമയം ബാധിക്കുന്ന വലിയൊരു അന്താരാഷ്ട്ര പ്രതിസന്ധിയായി മാറുന്നു. എന്നാൽ തികച്ചും ശാന്തമായിരുന്ന ഈ അതിർത്തി പ്രദേശത്ത് അപ്രതീക്ഷിതമായി അരങ്ങേറിയ ചരിത്രപരമായ കുടിയേറ്റവും സങ്കീർണമായ സംഭവ വികാസങ്ങളും എങ്ങനെയാണ് സംഭവിച്ചത്, അതിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. ജൂലൈ 6 അവസാന ദിനങ്ങളിൽ 10,000 ആളുകളാണ് മൊറോക്കോയിൽ നിന്നും സ്യൂട്ടയിലേക്ക് നീന്തിയെത്താൻ തുടങ്ങിയത്. അവർ വള്ളങ്ങളിലോ ബോട്ടുകളിലോ ഒന്നുമല്ല വന്നത്. പകരം ടരാജാൽ എന്നറിയപ്പെടുന്ന കല്ലുകൊണ്ട് നിർമ്മിച്ച ബ്രേക്ക് വാട്ടറിന് ചുറ്റും ഉള്ള കടൽ നീന്തിക്കടന്നാണ് അവർ സ്പാനിഷ് മണ്ണിലേക്ക് എത്താനായി ശ്രമിച്ചത്. ശക്തമായ പോലീസ് സാന്നിധ്യവും മുള്ളുവേലികളും കാവൽ ഗോപുരങ്ങളും നിരീക്ഷണ ക്യാമറകളും ഒക്കെ മറികടന്നാണ് ഈ അപകടകരമായ സാഹസ നിമിഷങ്ങൾ അവർ ഒരുമ്പെട്ടത്. എന്നാൽ എല്ലാവർക്കും ലക്ഷ്യത്തിലെത്താനായി സാധിച്ചില്ല. മിന്നൽ വേഗത്തിലുള്ള യാത്രയ്ക്കിടെ കടലിൽ മുങ്ങി കുറഞ്ഞത് 34 പേരെങ്കിലും മരണപ്പെട്ടു എന്നാണ് കണക്കുകൾ. വെറും 84,000 പേര് മാത്രമുള്ള ഈ ചെറിയ നഗരത്തിലേക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 20,000 മുതൽ 60,000 വരെയുള്ള ആളുകൾ എത്തിയെന്നാണ് പ്രാദേശിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കുടിയേറ്റ തരംഗമായി ഇത് മാറും. ഈ ഒഴുക്കിന് പ്രധാന കാരണം സ്പെയിൻ സുപ്രീം കോടതിയുടെ പുതിയ വിധി കൂടിയായിരുന്നു. അതിർത്തി കടന്നു വരുന്നവരെ യാതൊരു നടപടിക്രമങ്ങളും ഇല്ലാതെ ഉടൻ തിരിച്ചയക്കുന്ന സ്പെയിനിൻ്റെ പഴയ സമ്മറി പുഷ് ബാക്ക് രീതിക്ക് കോടതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. അങ്ങനെ ആൾക്കാരെ തിരിച്ചയക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. സ്ഥിതിഗതികൾ കൈവിട്ടു പോയതോടെ നഗരത്തിൽ വലിയ പരിഭ്രാന്തി പടരുന്നു. എന്നാൽ ഈ സങ്കീർണമായ നിയമക്കുരുക്കിൽപ്പെട്ട് സ്പാനിഷ് സർക്കാർ എങ്ങനെയാണ് ജനസംഖ്യയേക്കാൾ വലിയ കുടിയേറ്റ ഒഴുക്കുണ്ടായതോടെ സ്യൂട്ട പ്രാദേശിക ഭരണകൂടം വലിയ തകർച്ചയെ നേരിടുന്നു, ഒരു വലിയ ക്രൈസിസിനെ നേരിടുന്നു. ഉടൻ തന്നെ അവർ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ആവശ്യം നിലവിലുള്ള നിയമങ്ങൾ അതിന് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിനെ നിരാകരിക്കുന്നു. കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ളൊരു പ്രതിസന്ധി അല്ല കുടിയേറ്റം എന്നാണ് അവർ പറഞ്ഞത്. എങ്കിലും നഗരത്തിൻ്റെ ഭരണവും സുരക്ഷയും തകരാതിരിക്കാൻ 3000-ഓളം വരുന്ന കരസേനാംഗങ്ങളെയും കവചവാഹനങ്ങളെയും സ്പെയിൻ നഗരത്തിലേക്ക് വിന്യസിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ്റെ അതിർത്തി സംരക്ഷണ ഏജൻസിയായ ഫ്രോണ്ടെക്സും അവിടെ എത്തുന്നു. സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസും ആഭ്യന്തരമന്ത്രി ഫെർണാണ്ടോ മർലാസ്കയും സ്യൂട്ട നേരിട്ടെത്തി സന്ദർശിക്കുന്നു. ഈ കടന്നുകയറ്റം സ്പെയിനിൻ്റെ പ്രാദേശിക അഖണ്ഡതയ്ക്ക് മേലുള്ള വെല്ലുവിളിയാണെന്നും ശക്തമായി അതിനെ നേരിടുമെന്നും പ്രധാനമന്ത്രി പറയുന്നു. ഏകദേശം 25,000-ഓളം ആളുകളെ മൊറോക്കോയിലേക്ക് തിരിച്ചയച്ചതായി ചില റിപ്പോർട്ടുകൾ വന്നെങ്കിലും യഥാർത്ഥത്തിൽ എത്ര പേര് എത്തി, എത്ര പേര് പോയി എന്നുള്ളതിനെപ്പറ്റി കൃത്യമായ വ്യക്തതയില്ല. ആയിരക്കണക്കിന് സൈനികർ അതിർത്തിയിൽ നിലയുറപ്പിച്ചപ്പോഴും സ്പെയിനിനെ ലക്ഷ്യമിട്ട് നടന്ന ഈ വലിയ നീക്കത്തിന് പിന്നിലെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് ആരെന്ന ചോദ്യം അവശേഷിക്കുന്നു. ചരിത്രവും വടക്കേ ആഫ്രിക്കൻ ഭൗമരാഷ്ട്രീയവും സ്യൂട്ടയിൽ നടക്കുന്നത് ഒരു സാധാരണ കുടിയേറ്റ താല്പര്യം മാത്രമല്ല. ഇതിന് പിന്നിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയൊരു അന്താരാഷ്ട്ര രാഷ്ട്രീയമുണ്ടെന്ന് കാണിക്കുകയാണ്. ഫിനീഷ്യന്മാർ, റോമാക്കാർ, ഉമൈദുകൾ എന്നിവർ ഭരിച്ച ഈ മണ്ണ് 1415 പോർച്ചുഗലും തുടർന്ന് 1640 സ്പെയിനും പിടിച്ചടക്കും.
ഇന്നത്തെ മൊറോക്കോ എന്ന രാജ്യം രൂപപ്പെടുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സ്യൂട്ടയും മെലില്ലയും സ്പെയിനിൻ്റെ ഭരണത്തിന് കീഴിലായതാണ്. അതുകൊണ്ട് തന്നെ ഇവ തങ്ങളുടെ സ്വാഭാവിക ഭൂമിയാണ് എന്ന് സ്പെയിൻ വാദിക്കുമ്പോൾ ഈ പ്രദേശങ്ങൾ ചരിത്രപരമായി സ്പെയിനിൻ്റെതല്ല, മൊറോക്കോയിലേതാണ്, സ്പെയിൻ ഇത് കൈവശപ്പെടുത്തി വച്ചിരിക്കുകയാണ് എന്നാണ് മൊറോക്കോ അവകാശപ്പെടുന്നത്. ഇതിനൊപ്പം വെസ്റ്റേൺ സഹാറ വിഷയത്തിൽ മൊറോക്കോയും അൾജീരിയയും തമ്മിലുള്ള കടുത്ത ഒരു മത്സരമുണ്ട്, ഒരു ഫൈറ്റൊക്കെ ആയിട്ട്. ആ മത്സരത്തിൽ സ്പെയിൻ അൾജീരിയയോട് അടുപ്പം കാണിക്കുന്നതിൽ മൊറോക്കോയ്ക്കുള്ള വലിയ നയതന്ത്ര അസന്തുഷ്ടി കൂടിയാണിത്. അതിർത്തിയിലെ സുരക്ഷാ പരിശോധനകളിൽ മൊറോക്കോ അയവ് വരുത്തുമ്പോഴാണ് ഇത്രയും വലിയ ഒഴുക്ക് ഉണ്ടാകുന്നത്. 2021 ഏതാണ്ട് സമാനമായ രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അന്നേതാണ്ട് 9,000-ഓളം ആളുകൾ അതിർത്തി കടന്ന് സ്പെയിനിലെത്തുകയുണ്ടായി. വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങൾ തമ്മിലുള്ള നിഴലുദ്ധം സ്പെയിനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തെയും യൂറോപ്യൻ യൂണിയൻ്റെ കൂട്ടായ്മയും തകർച്ചയിലേക്ക് നയിക്കുമോ? അതിർത്തി പ്രശ്നം സ്പെയിനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ വോക്സ് അധ്യക്ഷൻ സാന്റിയാഗോ അബാസ്കൽ ഇതിന് രാജ്യത്തിന് നേർക്കുള്ള കടന്നുകയറ്റമായി വിശേഷിപ്പിച്ചപ്പോൾ സർക്കാരിൻ്റെ ദുർബലമായ കുടിയേറ്റ നയമാണ് ഇതിന് കാരണമെന്ന് പോപ്പുലർ പാർട്ടിയും ആരോപിച്ചു. എന്നാൽ ഈ ഭിന്നത സ്പെയിനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, യൂറോപ്പിലുടനീളം പടർന്നു പിടിക്കുകയാണ്. ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജോർജിയോ മെലോണി സ്പെയിനിൻ്റെ കുടിയേറ്റ നയം മറ്റ് രാജ്യങ്ങൾക്ക് ഭീഷണിയാണെന്ന് പറയുകയും സ്പെയിനിനെ താൽക്കാലികമായി ഷെങ്കൻ സൗജന്യ യാത്രാ മേഖലയിൽ നിന്നും ഒഴിവാക്കി നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സ്പെയിൻ ഇതിനെതിരെ ഇറ്റാലിയൻ അംബാസിഡറെ വിളിച്ചു വരുത്തി തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നു. മെലോണി അങ്ങനെ പറഞ്ഞത്. അതിൻ്റെ ഫ്രാൻസ് സ്പെയിനുമായുള്ള സ്വന്തം അതിർത്തികളിൽ പരിശോധന വർദ്ധിപ്പിക്കുന്നു. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുലോ വോൺ അതിർത്തി ലംഘനങ്ങളെ തള്ളിക്കളയുന്നു. വെറും 18 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ഒരു ചെറിയ അതിർത്തി പ്രദേശം എങ്ങനെ ഭൂഖണ്ഡങ്ങളുടെ രാഷ്ട്രീയത്തെയും ഷെങ്കൻ സംവിധാനത്തിൻ്റെ ഭാവിയെയും ഒരുപോലെ പിടിച്ചു കുലുക്കാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായാണ് സ്യൂട്ട മാറിയിരിക്കുന്നത്. ഇന്നും ഇന്നലെയും അല്ലെങ്കിൽ നാളെയും കൊണ്ട് തീരുന്ന ഒരു വിഷയമല്ല. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ആൾക്കാരുടെ ജീവിതത്തിനെ വച്ച് പ്ലേ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അത് വളരെ നിരാശാജനകമായൊരു കാര്യമാണ്. കാര്യം ഈ വരുന്ന ആൾക്കാർ പലരും വലിയ ഹോപ്പോട് കൂടിയായിരിക്കും വരുന്നത്. ആ നദി മുറിച്ച് കടക്കുമ്പോൾ പ്രതീക്ഷയോടെ വന്ന് എത്രയോ പേർ മുങ്ങി മരണപ്പെട്ടിട്ടുണ്ടാകാം. 2021 ഇമിഗ്രേഷൻ ക്രൈസിസ് നടന്നപ്പോൾ ഒരു ബീച്ചിൽ കിടക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയുടെ ഫോട്ടോ പത്രങ്ങളിൽ വന്ന് നമ്മളെല്ലാം കണ്ട് ആണ്. എന്തുമാത്രം വിഷമം നമുക്കതുകൊണ്ടുണ്ടാക്കിയതാണ്. സോ ഇത്തരം സംഭവങ്ങൾ രാഷ്ട്രീയമായ ആഭ്യന്തരമായ വിഷയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ സർക്കാരുകൾ അവരവരുടെ സിറ്റിസൺസിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാനായി ശ്രമിക്കുക. ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നാണ് മലയാളത്തിൽ പറയുന്നത്. എന്തായാലും സ്യൂട്ടയിലെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് പത്രമാധ്യമങ്ങളിൽ കിട്ടിയതിനേക്കാളും ഒരല്പം അഡീഷണൽ ഹിസ്റ്റോറിക്കൽ നോളജും ഒരു ജോഗ്രഫിക്കൽ കോണ്ടെക്സ്റ്റും ഈ വീഡിയോയിലൂടെ നൽകാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരയ്ക്കും.